സിനിമാ ലോകത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മമ്മൂട്ടിയെക്കുറിച്ച് നിരവധി സഹപ്രവർത്തകർ സംസാരിക്കാറുണ്ട്. പൊതുവെ ദേശീയക്കാരനെന്ന ഇമേജാണ് മമ്മൂട്ടിക്കുള്ളത്. കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് ഇദ്ദേഹം. ഇതാണ് മുൻകോപക്കാരൻ, അഹങ്കാരി എന്നീ ഇമേജുകൾക്ക് കാരണമായത്. എന്നാൽ അടുത്ത കാലത്തായി ഈ പ്രതിച്ഛായയ്ക്ക് മാറ്റം വരുന്നുണ്ട്. നടന്റെ നല്ല മനസ്സിനെക്കുറിച്ച് നിരവധി സഹപ്രവർത്തകർ തുറന്നു സംസാരിച്ചു. ഈ അടുത്തിടെയാണ് ഇങ്ങനെയുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. പുറമേ ദേശീയക്കാരനാണെങ്കിലും മമ്മൂട്ടി നല്ല സഹപ്രവർത്തകനാണെന്ന് നിരവധി അഭിനേതാക്കൾ പറഞ്ഞു. ഇപ്പോഴിതാ നടനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒരു കാലത്ത് മലയാളത്തിൽ സജീവമായിരുന്ന നടി ഭാഗ്യലക്ഷ്മി. മമ്മൂട്ടി നൽകിയ ഉപദേശത്തെക്കുറിച്ചാണ് ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി സംസാരിച്ചത്. കോസ്റ്റ്യൂം പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരിക്കൽ മമ്മൂക്ക പറഞ്ഞു, ഒരു ദിവസം ഇറുകിയ ടീഷർട്ട് ധരിച്ചു പോയപ്പോൾ ഇങ്ങനെ ഇറുകിയത് ധരിക്കരുത്, ഈ പ്രായത്തിൽ ഇതൊന്നും ധരിച്ച് ശീലിക്കരുത്, വസ്ത്രം മാറ്റെന്ന് നടൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. കരിയറിലെ മറ്റു ചില ഓർമ്മകളും ഭാഗ്യലക്ഷ്മി പങ്കുവച്ചു. നായികയായി അഭിനയിക്കുന്ന കാലത്ത് മാന്യമായി ഗ്ലാമറസ് വേഷം ചെയ്തിട്ടുണ്ട്. ഗ്ലാമർ റോളുകൾക്ക് തന്നെ അധികം വിളിച്ചിട്ടില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. വിവാഹശേഷം നടിമാർ അഭിനയരംഗം വിടുന്നത് ശരിയല്ലെന്നും തനിക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. അതേസമയം കുടുംബജീവിതവും ബാലൻസ് ചെയ്യേണ്ടതുണ്ടെന്നും നടി വ്യക്തമാക്കി. രണ്ടും വിടാൻ പാടില്ല. കരിയറിന്റെ പേരിൽ കുടുംബവുമായി വഴക്കിടേണ്ട. കാരണം കുടുംബമുണ്ടാകുന്നതും ഒരു സമ്മാനമാണ്. കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കുക, തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വിവാഹം കഴിഞ്ഞ് 1 മാസത്തോളം മാറി നിന്ന് തിരിച്ചെത്തുക. വലിയ ഇടവേള എടുക്കരുത്. അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒപ്പം അഭിനയിച്ച ശ്രീദേവി, ചിത്ര, മുരളി എന്നിവരുടെ മരണം തന്നെ ഏറെ വിഷമിപ്പിച്ചിരുന്നെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. മുരളി സാറിൻ്റെ മരണവാർത്ത കേട്ട് ഞെട്ടി. അപ്രതീക്ഷിതമായിരുന്നെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. 25ഓളം മലയാള സിനിമകളിൽ ഭാഗ്യലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ തുടങ്ങിയവർക്കൊപ്പമെല്ലാം അഭിനയിച്ചു. വിവാഹശേഷമാണ് ഭാഗ്യലക്ഷ്മി അഭിനയരംഗം വിട്ടത്. 1990-ലായിരുന്നു വിവാഹം. കരിയറിലെ മികച്ച സമയത്താണ് വിവാഹം ചെയ്യുന്നത്. വിവാഹം കുറച്ചു കഴിഞ്ഞ് മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഭാഗ്യശ്രീ എന്ന പേരിലും തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഭാഗ്യലക്ഷ്മി അറിയപ്പെടുന്നു. സിനിമകൾക്ക് പുറമെ സീരിയലുകളിലും ഭാഗ്യലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്.